നീ ഒരു ഭക്തനാണെന്ന് ഭൂവിലാരും നിന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും, നീ ജീവനോടിരിക്കുമ്പോഴോ നിന്റെ കണ്ണടഞ്ഞ ശേഷമോ നിന്നെ ഓർക്കുമ്പോൾ നിന്റെ തലമുറയുടെ കണ്ണ് നിറയണം. അവർ പറയണം, എൻ്റെ പപ്പ ഒരു ഭക്തനായിരുന്നെന്ന്, എൻ്റെ മമ്മി ഒരു ഭക്തയായിരുന്നെന്ന്. അതിനേക്കാൾ വലിയ സാക്ഷ്യമില്ല, വലിയ സർട്ടിഫിക്കറ്റ് ഇല്ല, അതിനേക്കാൾ വലിയ നേട്ടമില്ല. നിന്റെ തലമുറയ്ക്കൊന്നും സമ്പാദിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീ സാക്ഷ്യമുള്ള ജീവിതം നയിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻ്റെ 7ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ നിത്യത്തിലേക്ക് പോയതാണ്. ഏതാൾക്കൂട്ടത്തിൽ നിന്നും എൻ്റെ അപ്പനെ ഓർത്താൽ എൻ്റെ അപ്പൻ്റെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കണ്ണ് നിറയും, കാരണം അതേ ഒരു ഭക്തനായിരുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്മേളനത്തിൽ ഡേവിഡ് യോഗിച്ചോടൊപ്പം നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്നോട് യാത്ര ചോദിക്കാതെ എൻ്റെ അമ്മ നിത്യത്തിലേക്ക് പോയി. ഏത് ജനക്കൂടുന്ന് പ്രസംഗിക്കുമ്പോഴും എൻ്റെ അമ്മയെ ഓർത്താൽ എൻ്റെ കണ്ണ് നിറയും. എൻ്റെ അമ്മ ഭക്തയായിരുന്നു. ഒത്തിരി നേടിയുള്ളൊന്നും ആയില്ലെന്നേ. പണത്തിന് വേണ്ടിയും പൗണ്ടിന് വേണ്ടിയും ഡോളറിന് വേണ്ടിയുള്ള പരക്കം പാച്ചില് ഒക്കെ നല്ലതാണ്. പക്ഷെ തലമുറ കൃപയിലുണ്ടോ എന്ന് നോക്കിക്കോണം.